ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ അപ്ഡേഷൻ ചില ആളുകൾക്ക് അതൊരു ഹാപ്പി ന്യൂസും ചില ആളുകൾക്ക് അതൊരു ബാഡ് ന്യൂസ് വരും. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അതൊരു ഹാപ്പി ന്യൂസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് വെച്ചിട്ട് അതൊരു എനിക്കൊരു ഹാപ്പി ന്യൂസാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ മമ്മൂക്കയുടെ വിഷയം തന്നെ പറയാം. അതായത് മമ്മൂക്കയുടെ ഏറ്റവും വലിയ, അതായത് 2026 അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് ഖാലിദ് റഹ്മാൻ മൂവിയായിരുന്നു. അതായത് ഈ ചിത്രത്തിൽ മമ്മൂക്ക ഒരു എന്താ പറയുക ഗ്യാങ്സ്റ്റർ ആയിട്ടാണ് വരിക. അതും ഒരു സംഭവമുള്ള ഒരു പടമാണ്. അപ്പോൾ ഈ പടം അപ്ഡേഷൻ എന്താ പറയുക, ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മുതൽ ഇതിൻ്റെ ഒരു പോസ്റ്റർ, അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ മുതൽ ഈ സിനിമയുടെ ഹൈപ്പ് കയറി മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പടമാണിത്. പക്ഷേ ഇത് സംഭവം എന്താ വെച്ചാൽ, ഇതിലിപ്പോൾ കേൾക്കുന്ന ന്യൂസ് വെച്ചിട്ട് ഇതിൽ ഡയറക്ടർ ചേഞ്ചായി എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതായത് ഇതിൻ്റെ ഡയറക്ടറായിട്ട് അവർ തീരുമാനിച്ച് ഖാലിദ് റഹ്മാനായിരുന്നു. പക്ഷേ അദ്ദേഹം മാറിയതാണോ അദ്ദേഹത്തെ മാറ്റിയതാണോ എന്നറിയില്ല. അദ്ദേഹം ചേഞ്ചായി എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സന്തോഷവാർത്ത. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തു, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. മമ്മൂക്കയുടെ ക്യൂബ്സിൻ്റെ ഒരു വമ്പൻ പടം വരുന്നുണ്ട്, ആരാകും അതിൻ്റെ ഡയറക്ടർ, അത് ചിലപ്പോൾ ഹനീഫ് അദ്ദേനിയാണോ അല്ലെങ്കിൽ അൻവർ റഷീദാണോ അല്ലെങ്കിൽ വൈശാഖൻ, ഇവരെ കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിരുന്നു, ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ അപ്ഡേഷൻ, അതായത് ഇങ്ങനെ ഡയറക്ടർ അവർ തീരുമാനിക്കുന്നവർ, എൻ്റെ മനസ്സിലുള്ള രണ്ട് ഡയറക്ടർമാർ, ഒന്ന് അമൽ നീരദും ഒന്ന് ഹനീഫ് അദ്ദേനിയായിരുന്നു. എൻ്റെ മനസ്സിൽ ഏറ്റവും ഒരു ഇഷ്ടമുള്ള, അതായത് ഈ ഒരു സംഭവം, ഈ ഒരു സബ്ജക്റ്റ്, അതായത് ഒരു ഗ്യാങ്സ്റ്റർ ടൈപ്പ് നമുക്കൊരു സ്റ്റൈലിഷായിട്ട് പക്കാ മമ്മൂട്ടിപ്പടം എന്ന രീതിയിൽ വരുന്ന ഈ പടം ഇവർ രണ്ടാൾ ചെയ്താലുള്ളൂ ആ ഒരു ലെവൽ കിട്ടുള്ളൂ എന്ന് എൻ്റെ ഒരു മനസ്സ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഖാലിദ് റഹ്മാൻ മോശമെന്നല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെയല്ല. പുള്ളിയുടെ സിനിമ തല്ലുമാലൊക്കെ അടിപൊളി പടം, അതുപോലെ ഉണ്ടാക്കിയ വേറെ രീതി ഒക്കെ പടം, മമ്മൂക്ക കട്ട ഫാനാണ്. പക്ഷേ പുള്ളിയുടെ ഒരു രീതിയിൽ ഈ പടം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വർക്കാവുമെന്ന് എനിക്ക് തോന്നില്ല. എൻ്റെ മനസ്സിലിപ്പോഴും ഈ സിനിമ നമ്മുടെ മാർക്കോ ഹനീഫ് അദ്ദേനി, നമുക്കറിയാം മമ്മൂക്കയെ കൊണ്ട് വമ്പ സ്റ്റൈലായിട്ട് ദി ഗ്രേറ്റ് ഫാദർ, എബ്രഹാമിൻ്റെ സന്തതി പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു നമ്മുടെ ഹനീഫ് അദ്ദേനി. ദി ഗ്രേറ്റ് ഫാദറിൽ അദ്ദേഹത്തിൻ്റെ ആ സിനിമയുടെ ഡയറക്ടറായിരുന്നു ഹനീഫ് അദ്ദേനി. പിന്നെ മാർക്കോ ചെയ്തു, നമ്മുടെ ഇങ്ങനെ നിവിൻ പോളിയുടെ മിഖായേൽ ചെയ്തു. ഇങ്ങനെ അത്യാവശ്യം നല്ല ശ്രദ്ധിക്കുന്ന പടങ്ങളാണ് അദ്ദേഹം ചെയ്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ചെയ്ത് നമുക്ക് മനസ്സിലാക്കും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹം ഒരു എന്താ പറയുക, ഒരുപാട് സംസാരിച്ച് സിനിമയെ തള്ളിമറിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഔട്ട് പുറത്തു വന്നാലുള്ളൂ ആ സിനിമ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കഥാപാത്രം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ, ഇങ്ങനെ ഒരു സിനിമ എന്താ പറയുക, ഒരു മമ്മൂക്കയ്ക്ക് ഒരു ട്രിബ്യൂട്ടായി ചെയ്യണമെങ്കിൽ അത് ഹനീഫ് അദ്ദേനി ചെയ്ത അടിപൊളിയാവുന്ന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇവരെ തീരുമാനിച്ചു. അതുപോലെ തന്നെ അമൽ നീരദ് കേട്ടോ. കാരണം ബിഗ് ബി പോലെ ഒരു പടം, ഭീഷ്മപർവം പോലെ ഒരു പടം മമ്മൂക്കയെ വെച്ച് ചെയ്ത്, ബ്ലാക്കിലും അദ്ദേഹം അതിൻ്റെ ക്യാമറാമാൻ കൂടി, അങ്ങനെയുള്ള ഒരുപാട് ഇതിൽ വർക്ക് ചെയ്ത ഇവർ ചെയ്തിട്ടുള്ളൂ ആ ഒരു സിനിമ. അതായത് ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള ജോണർ സിനിമ ചെയ്യാൻ ഇവരാണ് ബെറ്റർ എന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അവരെന്താ പറയുക, നമ്മുടെ ഷെരീഫ് മുഹമ്മദ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ഖാലിദ് റഹ്മാനിലെ ഒരു ഡിസപ്പോയിൻറ്റഡ് ആണ് എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. എത്രമാത്രം ശരിയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ കേട്ടിടത്തോളം ഇതിൻ്റെ ഡയറക്ടർ ചേഞ്ച് ആയിട്ടുണ്ട്. അധികം വൈകാതെ നമുക്കറിയാം. അപ്പോൾ കാട്ടാളന് ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന കാട്ടാളൻ ഇതിൻ്റെ മെയ് 14 ആയിട്ട് അതിൻ്റെ റിലീസ് വരികയാണ്. അതിൻ്റെ ടീസർ വന്ന് വമ്പൻ സംഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ചെയ്യാൻ പോകുന്നത് മമ്മൂക്കയുടെ ഈ പടമാണ്, ഷെരീഫ് മുഹമ്മദ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡയറക്ടറെ അവർ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവർ ഉദ്ദേശം, അതായത് ഷെരീഫ് മുഹമ്മദ് പറഞ്ഞാൽ ഒരു പക്കാ എൻ്റർടൈൻമെൻറ്റ് പടം ആഗ്രഹിക്കുന്ന ഒരാളാണ്, കൊമേഴ്സ്യൽ സിനിമ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു ഡയറക്ടർ തന്നെ വേണം. അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ പറ്റിയത് ഒന്ന് ഹനീഫ് അദ്ദേനി, അതുപോലെ അമൽ നീരദ്, വൈശാഖ്, ഇവരൊക്കെയാണ്. എന്തായാലും എൻ്റെ ഒരു പ്രതീക്ഷ ഇത് ഹനീഫ് അദ്ദേനി ചെയ്യുന്നതാണ് എൻ്റെ ഒരു 99% എൻ്റെ ഒരു ഉറപ്പ്. കാരണം എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ അറിയാം, ഹനീഫ് അദ്ദേനിയെ അറിയാം. കാരണം പുള്ളിക്കുള്ളൂ ഈ ഒരു സംഭവം ചെയ്ത്
റെഡിയാക്കാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അത് നമുക്ക് പക്ക ട്രിബ്യൂട്ടും ആവും ചെയ്യും. നമുക്കറിയാം മാർക്കൊക്കെ ഉണ്ണിമൂന്നര വെച്ച് 100 കോടിയൊക്കെ അടിച്ചെങ്കിൽ പുള്ളിക്ക് ഈ പടം സിമ്പിളായിട്ട് വേറെ ലെവലെത്തിക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യുക. അവരെന്തായാലും അതിൻ്റെ അപ്ഡേഷൻ അവരധികം വൈകാതെ അവർ പുറത്ത് വിടും. നമുക്ക് വെയിറ്റ് ചെയ്യുക ആരാകും എന്നുള്ളത്. എൻ്റെ പേഴ്സണലി എനിക്ക് ഹനീഫ് അദേനി ആവണം എന്നുണ്ട് ഒരു ആഗ്രഹം. അല്ല എങ്കിൽ അമൽ നീരദ്. എന്തായാലും വെയിറ്റ് ചെയ്യാം.